Amrithiveni Life Kit Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges, നമ്മുടെ തേജസ് ഇങ്ങനെ പാട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സെമി ഫൈനലിസ്റ്റ്. ടെൻഷൻ അല്ല, പാട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ലാസ്റ്റ് ഒരു റൗണ്ട് കൂടെ ബാക്കിയുള്ളൂ. പിന്നെ അതും കൂടെ ആയി അവന് നേരെ സെമി ഫൈനലിലേക്ക് കേറാലോ. അപ്പൊ അതിന് വേണ്ടിയാണ് തീർത്ത് വിട്ടേക്കണം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം തേജസ്. കുറച്ച് സ്പീഡ്. ഹായ്, ജൂക്ക് ബോക്സ് റൗണ്ടിന് റെഡിയാണോ? റെഡിയാണ്. നമ്പറുകൾ കാണിക്കട്ടെ. ഓക്കെ. ടെൻഷൻ ഉണ്ടോ? ടെൻഷനേ ഉള്ളൂ. അതേ ഉള്ളൂ. ചെറിയ ആക്ടിങ്. ഓക്കെ, കാണിക്കൂ നമ്പേഴ്സ്. നമുക്ക് നോക്കാം. ഓക്കെ, 1 2 3. 2 എടുക്കടാ. സാർ പറഞ്ഞ പോലെ 2 എടുക്കാം. എന്തെങ്കിലും ഇനിയിപ്പോ ഒന്നും പറ്റിട്ടും കാര്യമില്ല. എന്തായാലും ഒന്നും നിനക്ക് നന്നായി പാടാൻ പറ്റട്ടെ. അപ്പൊ 2-ൽ ഏത് പാട്ടാണെന്ന് നമുക്ക് നോക്കാം. സാറ് സൂക്ഷിച്ചോ. നിന്റെ ശബ്ദത്തിന് പറ്റിയ പാട്ട് ഇത് അറിയാമോ? അറിയാം. പിന്നെ നിനക്ക് പൂന്ത് വിളയാടാ. ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടും. തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു രാക്കിളി പൊന്മകളെ യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ തലോടുമ്പോൾ തടശിലയലിയുകയായിരുന്നു വിണ്ണുര വന്നു തലോടുമ്പോൾ തടശിലയലിയുകയായിരുന്നു ഭൂമിയിൽ തേടിയ ചെമ്പിലറയൻ ദൂരെ തുഴയെറിയുമ്പോൾ തീരവും പൂക്കളും കാണാക്കരയിൽ മറയുകയായിരുന്നു രാക്കിളി പൊന്മകളെ യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ
ഞാനറിയാതെ നിൻ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു. എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനേ. ഇലകളും കനികളും മരതകവർണ്ണവും വെറുതെ മറഞ്ഞേനേ. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ? തേജസ്, യെസ്. തേജസിനോട് ഇപ്പൊ എന്ത് ചോദിക്കാനാ നമ്മള്? എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ഡയറക്റ്റ് സെമി ഫൈനലിലേക്ക് കേറി. എന്നാലും എങ്ങനെ പാടി? നന്നായിട്ട് പാടിയെന്ന് തോന്നുന്നു. ആണോ? കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലേ? ചോദിച്ചോക്കല്ലോ. സെൽഫ് അനലൈസ് ചെയ്യണം എന്നാണ് എപ്പോഴും ശരത് സാറ് പറയാറുള്ളത്. ഓക്കെ ചേച്ചി. തേജസ്, യെസ് മാം. എന്താ പാട്ട്, സൂപ്പർ പാട്ടടാ. സെലക്ഷൻ അത് വന്ന വലിയൊരു ഭാഗ്യം ഈ ഒരു പാട്ട് കിട്ടിയത്. ദാസങ്കിളുടെ ശബ്ദം. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണെന്നുള്ളത് ഉറപ്പിക്കാം. കാരണം ആ ശബ്ദത്തിന്റെ ആ ഒരു മാജിക്, അതിന്റെ ഒരു ബ്യൂട്ടി അതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, തലയിൽ ഇങ്ങനെ റെസണേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ ശബ്ദം. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. കാരണം ദാസേട്ടന്റെ ശബ്ദത്തിൽ കേട്ട ഈ പാട്ട് വേറെ ആരെടുത്ത് പാടുമ്പോഴും ഫസ്റ്റ് വിലയിരുത്തുന്നത് ആ ശബ്ദവുമായിട്ടായിരിക്കും. പക്ഷെ മോനെ നന്നായി പാടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. എനിക്കിതില് ചില സ്ഥലങ്ങളൊക്കെ ക്ലാരിറ്റി ആവാമായിരുന്നു എന്ന് തോന്നി. ചില സംഗതികൾ ഇപ്പൊ അനുപല്ലവിയില് തലോടുമ്പോൾ അവിടെ ഇപ്പൊ കൊറേ ഗ്ലൈഡ്സും സംഗതിയും മിക്സ് ആയിട്ടുള്ള ഒരു സാധനം കേൾക്കുന്നത് മോൻ പാടുമ്പോ. താര എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് വരണം. എന്തായിരുന്നു അത്? വെണ്ണുര വന്നു തലോടുമ്പോൾ. അതിലൊക്കെ ആ ഒരു ചില സംഭവങ്ങൾ പാടുമ്പോൾ മോനെ ആ വോയിസിൽ ഇപ്പോൾ ദാസേട്ടൻ്റെ ശബ്ദത്തിൽ അത് വരുമ്പോൾ നമ്മളത് അങ്ങിരുന്ന് കേട്ട് പോകുന്നു. ഇതിപ്പോൾ കുറച്ചൊരു വെയിറ്റേജ് കൂടുതലൊരു ആർട്ടിഫിഷ്യാലിറ്റി വരുന്നുണ്ട് ആ സംഗതിയിൽ. അത് പാടണല്ലോ എന്നുള്ളൊരു സാധനമല്ലേ, അത് കുറച്ച് ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്ന് കളഞ്ഞാൽ മോൻ്റെ വോയിസിലേക്ക് അത് മാറ്റാൻ പറ്റും. ഇപ്പം എനിക്കാണ് ആ തോന്നിയത്. ആ ഒരു ഇപ്പോൾ ഈ തലോടുമ്പോൾ എന്നുള്ളത് 2 പ്രാവശ്യമായാലും അത് പാടുമ്പോൾ പിന്നെ എന്താ ദൂരെ ദൂരെ തുഴയേറിയുമ്പോൾ അതൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താൻ ഉള്ളൊരു ശ്രമം കൂടി നടത്തണം. ഇതിലെല്ലാം ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനിരിക്കുന്നില്ല. ഞാനതിൽ മാർക്ക് ചെയ്തതൊക്കെ അത് ആ സംഗതികൾക്കൊക്കെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ആവാം എന്നുള്ളതാണ്. പിന്നെ ഈ വികാര നൗകയുമായി എന്ന് പറയുമ്പോൾ തന്നെ ദാസേട്ടൻ്റെ ആ ശബ്ദത്തിലുള്ള ആ ബേസ് അത് വല്ലാത്തൊരു മാജിക്കാണ്. മോൻ്റെ വോയിസിൽ ബേസ് വോയിസ് ഉണ്ട്, നല്ലൊരു ടെക്സ്ചർ ഉണ്ട് ആ വോയിസിൻ്റെ അകത്ത്. അത് ഡെവലപ്പ് ആവും. ഇതിപ്പോൾ ഈ ഒരു പ്രായമല്ലേ, കുഞ്ഞു കുട്ടിയല്ലേ, ഇനി വളർന്ന് വലുതാകുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിക്കുക, ക്ലാരിറ്റി വരുത്താനുള്ളൊരു ശ്രമം നടത്തണം. അതാണ് മെയിനായിട്ട് എനിക്കിതിൽ തോന്നിയത്. അല്ലാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പാടി, നല്ല രസമുണ്ടായിരുന്നു മോനെ. ഓർക്കസ്ട്ര കലക്കി, ഉഗ്രനായിരുന്നു, എല്ലാവരും മനോഹരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ് മോനെ. താങ്ക് യു ചേച്ചി. ശരത് സർ മോനെ ഉഗ്രം പാട്ടടാ. അസാധ്യ പാട്ട്. ഒരു നേരത്തെ ഈ ഫിലിം കണ്ടതാണ്. എടാ മുത്തേ, അത് കാണ്, ആ ഫിലിം കാണ്. എന്തൊരു ഉഗ്രം പടമാടാ. നമ്മൾ നെഞ്ച് പൊട്ടിപ്പോവും ആ ഫിലിം കണ്ടാൽ. അത് അങ്ങനെയുള്ള പടം ഒന്ന് മിസ് ചെയ്യല്ലേ. നമ്മൾ പറയുന്നതൊക്കെ പോയി കാണും അറ്റ്ലീസ്റ്റ്, അത്രയെങ്കിലും. മോനെ നന്നായിട്ട് പാടിയ, നന്നായിട്ട് പാടി. എനിക്ക് ആകെ തോന്നിയ ഒരു കാര്യം ആദ്യം ഞാൻ പറയാം. ഈ മുകളിൽ പാടുന്ന നീ ഓർത്ത് അലറി വിളിക്കുക, അതിന്റെ തൊണ്ട അടഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല. പിന്നെ അപ്പോൾ എന്തിനോ അത്രയും പവർ? രാക്കിളി പൊന്നുമകളെ എന്നുള്ളത് മകളാണത് അല്ലേ? അപ്പൊ ആ വിളിക്കുന്നതിനും ഒരു സ്നേഹം വേണം. അത് പൊന്മകളെ എന്ന് വിളിച്ചാൽ മകൾ അപ്പുറത്തെ കണ്ടം വഴി അങ്ങ് ഓടും. അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയും. ഈ ഒരു പാട്ടിൻ്റെ സ്വഭാവമില്ലേ, അപ്പം അത് വെച്ച് മതി.
അങ്ങനെ ആ ലൈനൊന്ന് പാടാമോ? ഇത്രയ്ക്ക് ഒരു ത്രസ്റ്റ് ഇല്ലാതെ കുറച്ചും കൂടെ ഒതുക്കി സുഖമായിട്ട്. രാക്കിളി പൊന്മകളെ. മതി. എന്ത് ബ്യൂട്ടിഫുൾ അസാധ്യം. അവിടെ മാത്രം ഒരു അനാവശ്യമായിട്ട് ഞാൻ വരുന്നതിൻ്റെ തൊണ്ട മുഴുവൻ അടഞ്ഞ് കീറി പറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പം അങ്ങനെയുള്ളത് ഇപ്പം എന്ത് മനോഹരമായിട്ട് പാടി. അത് മതി കേട്ടാ. അതെന്ത് അസാധ്യ പാട്ടടാ. ഞാനിങ്ങനെ ആ രവീന്ദ്ര മാഷിനെ ആലോചിച്ചു പോയുള്ള സത്യം പറയാൻ. അദ്ദേഹം കമ്പോസ് ചെയ്ത് പിന്നെ ഈ നമ്മളൊക്കെ ഈ സ്നേഹത്തോടെ വിളിക്കുന്ന ദാസേട്ടൻ എന്നുള്ളത് ഒരു നിവർത്തിലടി. ഈ പാട്ടൊക്കെ വേറെ ആര് പാടിയാലും കൊള്ളത്തില്ല. അത് സത്യം അതാണ്. വേറൊന്നും പറയാനില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ പാടുമ്പോൾ ഉള്ളത് അഭിനയിച്ചാണ് ദാസനെ പാടുന്നത്. അത് എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വികാരം പാട്ടിലുണ്ടാവും. അത് എന്ത് രസമാണ് കേൾക്കാൻ പല ഫ്രേസസും. അത് പറയാതിരിക്കാൻ പറ്റും. എപ്പോഴും പറഞ്ഞു പോകുന്നു. വേളിപ്പുടവ് അതൊന്ന് പാടാമോ? വേളിപ്പുടവ വിരിഞ്ഞു വിരിഞ്ഞു. അത് കംപ്ലീറ്റ് ആവട്ടെ. പിന്നെ യാത്രാമൊഴിയാണോ? അതൊക്കെ നല്ല യാത്രാമൊഴിയാണോ നിൻ മൗനം. നിൻ മൗനം. അപ്പൊ അത്ര വിളിച്ചക്കരെ. പിന്നെ മോനെ ഇതൊന്ന് പാടാ. തീരവും പൂക്കളും കാണാക്കരയിൽ മറയുകയായിരുന്നു. എന്തൊരു സൂപ്പർ ക്രാഫ്റ്റ് രവീന്ദ്രൻ മാഷിന് പറയാതിരിക്കാൻ വയ്യ. അത് അദ്ദേഹം പാടിയേക്കുന്നത് നമുക്ക് നെഞ്ചത്ത് കൊണ്ടുപോടാ. എനിക്ക് ബാക്കി എല്ലാം ഇഷ്ടമായി മുത്തേ. നിനക്ക് നിന്റെ ശബ്ദത്തിനും നിന്റെ വികാരം കൊള്ളാനുള്ള ഒരു ശബ്ദം നിനക്കുണ്ടല്ലോ. അപ്പം അത് വികാര നൗക ഒക്കെ പ്രസൻസ് അല്ലെങ്കിൽ നൗക എന്ന് പറഞ്ഞ് കേൾക്കും. അതിൻ്റെ സുഖം, അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ദാസേട്ടൻ്റെ റേഞ്ച് ഫുള്ള് മനസ്സിലാക്കി എത്ര അദ്ദേഹത്തിന് താഴോട്ടും മേളിലോട്ടൊക്കെ പാടാൻ പറ്റുമെന്നുള്ളത് ഒരു കാണിച്ചു തന്ന ഒരു സംഗീത സംവിധായകൻ രവീന്ദ്ര മാസ്റ്റർ മാത്രമേ ഉള്ളൂ. അതിനുശേഷമുള്ള ബാക്കിയുള്ളവർ കേട്ടോ. അപ്പം എന്തൊക്കെയാലും അവനെ നല്ലൊരു പാട്ട് എടുത്തുകൊണ്ട് വന്ന് നന്നായിട്ട് തന്നെ പാടി. നീ ഇതൊക്കെ കൂടെ ഇപ്പം അവന് മാർക്കും വേണ്ടല്ലോ. അവൻ കുറച്ച് കൂളായിരുന്നു. കുഴപ്പിയോ? ഇല്ലല്ലോ. വിശ്വസിക്കുന്നു ഞാൻ നിന്നെ. എനിക്കൊരു കാര്യം നിന്റെ അടുത്ത് പറയാനുള്ളൂ. ഐ ലവ് യു. ലവ് യു ടു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക തേജസ് നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. അത് ആക്ച്വലി തേജസിന്റെ വോയിസിന് ഒരു ടൈലർ മെയ്ഡ് സോങ് പോലെയാണ്. കാരണം ആ ബേസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വെയിറ്റ് ആണ്. തേജസിന്റെ ആ ഒരു വികാര നൗക ആ ഭാഗമുണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഹൈസ് പോകുമ്പോൾ നമുക്കൊന്ന് പിടിക്കാം. അത് ഇത്രയും ഒരു ഒരു ഷൗട്ടിങ് അല്ലെങ്കിൽ ഒരു അലർച്ച ആ ലെവലിലേക്ക് പോവാതെ ആ ഫീലിന് കുറച്ചുകൂടെ ഒരു ഇത് കൊടുത്തിട്ട്. കാരണം ഇത് എക്സ്ട്രീം രണ്ട് റേഞ്ചസ് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ബേസ് റേഞ്ച് എന്തായാലും തേജസിൻ്റെ അത് സ്ട്രോങ് തന്നെയാണ്. ആ ഹൈസ് പോകാൻ നേരത്ത് ഈസിലി എത്തുന്നുണ്ട് തേജസിന്. പക്ഷെ ഇത്രയും ഓപ്പൺ ആവണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ മകളെ 2-3 ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ അത്. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് കംപ്രസ് ചെയ്ത് പാടിക്കഴിഞ്ഞാൽ നല്ല. ഇപ്പം പാടിപ്പിച്ചപ്പോഴും സൂപ്പർബായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു അത് കേട്ടോ. പിന്നെ ഇതന്നെ വേളിപ്പുടവ് വിരിഞ്ഞു, വെണ്ണൂര വന്ന് എല്ലാം പാടിപ്പിച്ചു. നല്ല ഉഗ്രൻ സോങ് സെലക്ഷൻ കേട്ടോ. ഉഗ്രൻ സോങ് സെലക്ഷൻ. അത് എങ്ങനെയോ അത് വന്നു വീണു രണ്ടിൽ. അതെ. പിന്നെ ദയവേദി സിനിമ ഒന്ന് കാണും. ഒരു ഉഗ്രൻ. ഞാനിത് കഴിഞ്ഞ തവണ ആരായിരുന്നു അമൃതത്തിലെ സോങ് ആരോ എടുത്ത് പാടിയപ്പോ നമ്മൾ പറഞ്ഞു വിളയാടിയിരിക്കുകയാണ് അതിനകത്തുള്ള ആക്ടേഴ്സ് ഒക്കെ. മമ്മൂക്ക ആയിക്കോട്ടെ, മുരളിച്ചേട്ടനായിക്കോട്ടെ, എല്ലാവരും അങ്ങോട്ടും അങ്ങ് വിളയാടിയ വളമാണ്. അതൊന്ന് കാണുക കേട്ടോ. അങ്ങനത്തെ പെർഫോമൻസസ് ഒന്നും ഇപ്പൊ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കാണും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സും കൂടെ ഒന്ന് ചോദിച്ചിട്ട് പോണേ. ഓക്കെ ഓക്കെ. ശരത് സർ, ഇവര് മാർക്ക് തരുന്നോണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. എങ്കിലും എത്ര വേണം ഇത് തന്നെ ചോദിച്ചെടുത്തോണ്ട് പോകും. അതാ നല്ലത്. എന്നെ കൊണ്ട് വയ്യ. എന്നെ കൊണ്ടൊന്നും ചോദിക്കേ. 9.6. ഇവനെ ആരാണ് പിടിച്ച് അതിനകത്ത് കയറ്റിയത്?
അവനെന്താന്ന് വെച്ചാലും കുഴപ്പമില്ലെന്ന് വെച്ചാൽ സെമി ഫൈനൽ ആയല്ലോ, കേറിയല്ലോ. പക്ഷെ അത്രയില്ലെന്ന് തോന്നുന്നു തേജസ്. അല്ലേ ചേച്ചി? ഉറപ്പായിട്ടില്ല. നമ്മൾ ഇത്രയും കുറ്റങ്ങൾ പറഞ്ഞിട്ട് സാർ ചോദിക്കാൻ പറഞ്ഞോണ്ടാ ഞാൻ ചോദിച്ചത്. അത്യാഗ്രഹവും ക്രൂരത എല്ലാം കൂടി അവന്. ചക്കരെ അത്രയില്ല. നിനക്ക് 9.4 മാർക്ക്. താങ്ക് യു സാർ. ഒറ്റടിക്ക് 9.6. ചേച്ചി 9.4 മാർക്സ്. ഷാനിക്ക? താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 18.8. സൂപ്പർ. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.